ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ വിക്ടർ ചാനലിൽ നിങ്ങൾക്കറിയാം 2 ക്ലാസ്സുകളാണ് അതിൻ്റെ കഴിഞ്ഞിട്ടുള്ളത്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അങ്ങനെ വിക്ടർ ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് എഴുതി കുറച്ച് പേര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വിക്ടർ ചാനൽ ക്ലാസ് നിങ്ങൾ സാധാരണ പലരും റഫ് ബുക്കിലാണ് നോട്ട് ചെയ്യുന്നത്, പിന്നെ ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് വർക്കുകളാണ് നോട്ടിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ കെമിസ്ട്രി നിങ്ങൾ വിക്ടർ ചാനൽ കാണുമ്പോൾ നിങ്ങൾ റഫ് ബുക്കിൽ എഴുതിയെടുത്തോളൂ. നോട്ട് ടീച്ചർ ക്ലാസ് ഇട്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് എഴുതിയാൽ മതിയാവും. കാരണം വിക്ടർ ചാനൽ കുറച്ച് വൈഡായിട്ട് പോകുന്നതാണ്. നമുക്ക് കുറച്ച് അതിനെ ബ്രീഫ് ചെയ്യാൻ തോന്നുന്നു, കാരണം ഇത്ര വൈഡായിട്ട് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത്ര വൈഡായിട്ട് നോക്കേണ്ടതില്ല. അതുകൊണ്ട് കുറച്ച് നമുക്കൊന്ന് ബ്രീഫാക്കാം. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ട് ബുക്കിൽ എഴുതിയാൽ മതി. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. മലയാളം മീഡിയം പഠിച്ചവരുണ്ടാവും 10th വരെ, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, എങ്കിൽ കൂടി പരമാവധി ഇംഗ്ലീഷ് ടേംസൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെടുക. NCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിക്കുക. നോട്ട്സ് എഴുതുക എല്ലാവരും, അത് നോട്ട് ബുക്കിൽ എഴുതണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. പിന്നെ ക്ലാസ് ഗ്രൂപ്പ്, അതായത് +1 കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നിങ്ങൾ നോട്ട്സ് അതിലാണല്ലോ പോസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇടയിൽ വോയിസ് വരുമ്പോൾ ശ്രദ്ധിക്കില്ല നോട്ട്സ് ഇടുന്നതുകൊണ്ട്. അപ്പോൾ പേഴ്സണലി നിങ്ങൾ ഡൗട്ട്സ് അയച്ചാൽ മതി, മെസ്സേജ് തന്നെ അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾക്കറിയാം കെമിസ്ട്രി അതായത് സയൻസ് പല സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പല സ്ട്രീമാക്കി ഡിവൈഡ് ചെയ്യാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് തൊട്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് കെമിസ്ട്രി, നമ്മളതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മളതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാനും വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത് ചില ബേസിക് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് നിങ്ങളിപ്പോൾ ക്ലാസ് കണ്ട കാരണം കുറച്ച് ഫെമിലിയർ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ മാറ്റർ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. പിന്നെ സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ് പഠിക്കുന്നുണ്ട്. ചില ക്വാണ്ടിറ്റീസിൻ്റെ ഡെഫിനീഷനും അതിൻ്റെ മെഷർമെൻറ്റും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് ഫിഗേഴ്സ് എന്താണ്, സയൻറ്റിഫിക് നൊട്ടേഷൻ എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുക. പിന്നെ ഡയമെൻഷൻ അനാലിസിസ് പഠിക്കുന്നുണ്ട്. അത് ഫിസിക്സിലാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്, ഇതിൽ കുഞ്ഞിതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ലോസ്. അതാണ് കൂടുതൽ വെയിറ്റേജിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചിലപ്പോൾ ഒരു കുഞ്ഞു 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ, ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആക്കിയിട്ട്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് കോമ്പൗണ്ട്സ് ക്ലാസിഫിക്കേഷൻ. കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, അത് കുറച്ച് റൂൾസ് ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ കൂടുതൽ വെയിറ്റേജിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫോർമുല മാസ്, എംപിരിക്കൽ മാസ്, ഇത്രയും ടോപ്പിക്സ് ആണ്. അപ്പോൾ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ഇത്ര കുറച്ച് ടോപ്പിക്സേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എല്ലാതും വളരെ സിമ്പിളാണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സയൻസ് ആൻഡ് കെമിസ്ട്രീനെ കുറിച്ചിട്ടുള്ള ഒരു ഡിഫറൻസ്, ജസ്റ്റ് അതിൻ്റെ പഠിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ശരിയല്ലേ? സീയിങ്ങും ഒബ്സർവേഷനും ഡിഫറെൻ്റ് ആണ്. ഇനി നമ്മൾ കാണുന്ന ഒബ്സർവേഷൻസിന് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഒരു സയൻസ് എന്ന് വിളിക്കാം. നമ്മൾ കാണുന്ന when the observations are systematically arranged, it is called science. ഇനി സയൻസിന് തന്നെ നമുക്ക് പല സ്ട്രീമാക്കി ക്ലാസിഫൈ ചെയ്യാം, ഒരുപാടുണ്ട് അല്ലേ? അപ്പം അതിൽ ഒരു പാർട്ട് മാത്രമാണ് ഇതെന്ന് പറയണത് കെമിസ്ട്രി എന്ന് പറയണത്. ഓക്കെ. ഇനി കെമിസ്ട്രി എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്ററാക്ഷൻ ഓഫ് മാറ്റർ ഓർ ആറ്റംസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. നമ്മൾ ഒരു സബ്സ്റ്റൻസിൻ്റെ കോമ്പോസിഷനെ കുറിച്ചിട്ട് അതിൻ്റെ കെമിക്കലി അതെന്താണ്, ഇപ്പോൾ വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി അറിയുന്നവർക്കറിയാം അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? H2O ആണ് അല്ലേ? അതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് നമുക്ക് പറയാം. സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം H2Oന് ഒരു ആംഗുലാർ ഷേപ്പാണ്. പിന്നെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിന് എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ്. ഇനി വാട്ടർ വേറെ സബ്സ്റ്റൻസുകളായിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ ഉണ്ട് ഒരു കുഞ്ഞ്, നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സബ്സ്റ്റൻസിൻ്റെ കോമ്പോസിഷനെയും സ്ട്രക്ചറിനെയും പ്രോപ്പർട്ടീസിനെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഇത് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് മാറ്റർ? Matter is anything that occupies space, possesses mass and can be felt by one or more of our senses is matter. അല്ലേ? അതായത് ഒരു പർട്ടിക്കുലർ സ്പേസ് ഓക്യുപ്പൈ ചെയ്യണം, അതുപോലെ അതിന് എന്തുണ്ടായിരിക്കണം? മാസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ സെൻസ് കൊണ്ട് ഒന്നോ അതിലധികമോ സെൻസുകൾ വെച്ചിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റണം? ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യണം, മാസ് ഉണ്ടായിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫെൽറ്റ് ബൈ വൺ ഓർ മോർ സെൻസ്. ക്ലിയർ ആയല്ലോ? ഇനി മാറ്ററിൻ്റെ എക്സാമ്പിൾ എന്ന് പറയണത് എല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ? എയർ മാറ്ററാണ്, വാട്ടർ, ലിവിങ് തിങ്സ്, ബുക്സ്, ചോക്ക്, ടേബിള്, പെന്ന്, ചെയർ, അങ്ങനെ ബോട്ടിൽ, എല്ലാ മാറ്ററിൻ്റെ എക്സാമ്പിളാണ്. കാരണം ദാറ്റ് ഓക്യുപ്പൈസ് എ സ്പേസ് ആൻഡ് ഇറ്റ് ഹാസ് എ പെർട്ടിക്കുലർ മാസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ് ബൈ വൺ ഓർ മോർ ഓഫ് അവർ സെൻസ്. ക്ലിയർ അല്ലേ മാറ്റർ? ഇനി നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഫസ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ. Classification can be done on the basis of physical properties as well as chemical properties. First, classification based on physical property. Physical properties നെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? Matter can be classified into 3, that is solids, liquids and gases. നമ്മൾ ചെറിയ ക്ലാസ്, എനിക്ക് തോന്നുന്ന 6th or 7th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ ക്ലാസിഫിക്കേഷൻ. മാറ്ററിനെ നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആക്കി ക്ലാസിഫൈ ചെയ്യാം. എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്? ആ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിലാണ്, ശരിയല്ലേ? സോളിഡിലാണെങ്കിൽ മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലേ? അടുത്തടുത്തിരിക്കുന്നുണ്ടാവും. ലിക്വിഡ് ആണെങ്കിലോ കുറച്ചും കൂടി ലൂസ്ലി പാക്ഡ് ആണ്. ഗ്യാസ് ആണെങ്കിലോ മോളിക്യൂൾസ് ആർ ഫാർ എപ്പാർട്ട് എന്ന് നമ്മൾ പറയും, വളരെ അകന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സോളിഡിൻ്റെ കേസിൽ മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിരിക്കണത്. അപ്പോൾ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും അല്ലേ? നിങ്ങൾ അടുത്തടുത്തിരിക്കുന്നവരായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് സോളിഡിൻ്റെ കേസിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് ഹൈ. ലിക്വിഡിന് എന്തായിരിക്കും? ഇറ്റ് ഈസ് ലോവർ കമ്പയർഡ് ടു സോളിഡ്. ഗ്യാസിനെ നമുക്ക് പറയാം നെഗ്ലിജിബിൾ. നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് നമുക്ക് പറയാം, ഓർ ദർ ഇസ് ഓൺലി നെഗ്ലിജിബിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് എന്ന് പറയാം. ഓക്കെ,
ഇനി നെക്സ്റ്റ് അതിൻ്റെ ബേസിൽ നമുക്ക് ഫ്രീഡം ഫോർ മൂവ്മെൻറ്റ്, മൂവ് ചെയ്യാനുള്ള ഫ്രീഡം. ഇനി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തുണ്ട് എന്ന് പറയാം? മൂവ് ചെയ്യാനുള്ള എനർജീനെ നമ്മൾ എന്ത് പറയും? കൈനറ്റിക് എനർജി എന്ന് പറയും. അപ്പോൾ സോളിഡിൽ അട്രാക്ഷൻ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് കനോട്ട് മൂവ്. അതിന് നമുക്ക് ഫ്ലോ ചെയ്യാനോ മൂവ് ചെയ്യാനോ പറ്റില്ല. പകരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസ് കനോട്ട് മൂവ് ഓർ ഫ്ലോ. ഇറ്റ് ക്യാൻ ഓൺലി വൈബ്രേറ്റ് അബൌട്ട് ദെയർ മെയിൻ പൊസിഷനിൽ ഇരുന്ന് എന്ത് ചെയ്യാം? വൈബ്രേറ്റ് ചെയ്യാം. ലിക്വിഡിന് ഫ്ലോ ചെയ്യാൻ പറ്റും, കുറച്ച് കൈനറ്റിക് എനർജി ഉണ്ട്. ഗ്യാസ് ആണെങ്കിലോ ഹൈ ഫ്രീഡം ഫോർ മൂവ്മെൻ്റ് ആണ്, ദാറ്റ് മീൻസ് ഹൈ കൈനറ്റിക് എനർജിയാണ്. ഇനി സോളിഡ് എന്ന് പറയുന്നത് റിജിഡ് ആണ്. ഓക്കെ, ലിക്വിഡും ഗ്യാസും എന്തല്ല? റിജിഡ് അല്ല. റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക? ഫിക്സഡ് എന്തുണ്ട്? ഷേപ്പ് ഉണ്ട് സോളിഡിന്. ലിക്വിഡിനും ഗ്യാസിനും എന്തില്ല? ഫിക്സഡ് ഷേപ്പ് ഇല്ല. സോളിഡിന് ഫിക്സഡ് വോള്യം ഉണ്ട്, ലിക്വിഡിനും ഫിക്സഡ് വോള്യം ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വെള്ളം എടുത്തു, ദാറ്റ് ഈസ് 1 ലിറ്റർ. അതിന് ഞാനൊരു 2 ലിറ്റർ ബോട്ടിലേക്ക് ഒഴിച്ചു, അപ്പോഴും വോള്യം വ്യത്യാസം വരും. വെള്ളത്തിൻ്റെ അളവ് എന്താണ്? 1 ലിറ്റർ ആണ്. ബോട്ടിലാണ് എന്തായിട്ടുള്ളൂ? 2 ലിറ്റർ ആയിട്ടുള്ളൂ. വെള്ളത്തിന് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അതേസമയം ഞാൻ 1 ലിറ്റർ ഗ്യാസ് 2 ലിറ്ററിൻ്റെ വെസലിലേക്ക് എടുത്താൽ എന്താ ഉണ്ടാവുക? ആ 2 ലിറ്റർ വെസൽ മൊത്തത്തിൽ ഗ്യാസ് സ്പ്രെഡ് ചെയ്യും. അതായത് ഗ്യാസിന് എന്തില്ല? ഫിക്സഡ് വോള്യം ഇല്ല. അപ്പോൾ സോളിഡിന് ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, വോള്യം ഉണ്ട്. ലിക്വിഡിന് ഫിക്സഡ് ഷേപ്പ് ഇല്ല, പക്ഷെ ഫിക്സഡ് വോള്യം ഉണ്ട്. ഗ്യാസിന് എന്താണ്? ഫിക്സഡ് ഷേപ്പും ഇല്ല, ഫിക്സഡ് വോള്യവും ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. Matter can be classified into 2, that is pure substances and mixtures. Pure substances can be further classified into 2, that is elements and compounds. Mixtures can be further classified into 2, homogeneous mixtures and heterogeneous mixtures. Okay, മാറ്ററിനെ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധപദാർത്ഥങ്ങൾ, മിക്സ്ചേഴ്സ്, മിശ്രിതങ്ങൾ എന്നിങ്ങനെ രണ്ടാക്കി തിരിക്കാം. ശുദ്ധപദാർത്ഥങ്ങളെ എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും മാറ്റാം, ക്ലാസിഫൈ ചെയ്യാം, വേർതിരിക്കാം. അതായത് മൂലകങ്ങളും സംയുക്തങ്ങളും. മിശ്രിതങ്ങളെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഏകാത്മക മിശ്രിതങ്ങൾ. ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്, ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഞാൻ ഈ ടേംസ് പറയാൻ കാരണം നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് റികളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് പറയുമ്പോൾ. ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാം പ്യുവർ സബ്സ്റ്റൻസസ് എന്താണെന്ന്. That means pure substances are made up of only one substance. Okay, and it has a fixed or constant structure. ഒരേ ഒരു പദാർത്ഥം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഒരേ ഒരു സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ, പ്യുവർ സബ്സ്റ്റൻസിൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്താ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരേ ഒരു ടൈപ്പ് ആറ്റംസ് മാത്രമുള്ളതാണ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സോഡിയം മെറ്റൽ എടുത്തു ഞാൻ. സോഡിയം മെറ്റൽ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എവിടെ നോക്കിയാലും നമുക്ക് ആരെ മാത്രം കാണാനേ പറ്റുള്ളൂ? സോഡിയം ആറ്റത്തിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലോറിൻ ഗ്യാസ് എടുത്തു, അതിൽ ക്ലോറിൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയി? അപ്പോൾ ഒരേ ടൈപ്പ് ആറ്റംസ് കമ്പൈൻ ചെയ്തുണ്ടായിട്ടുള്ളതാണ് എന്ത്? എലമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എലമെൻറ്റിനെ ഇറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ബൈ എനി ഫിസിക്കൽ ഓർ കെമിക്കൽ മീൻസ്. അതായത് ഏതെങ്കിലും എലമെൻറ്റിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ് വെച്ചോ കെമിക്കൽ മെത്തേഡ് വെച്ചിട്ടോ ഡീകമ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി എലമെൻറ്റ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? മെറ്റൽസ് പറയാം, ഗോൾഡ്, സിൽവർ, സോഡിയം, കോപ്പർ, അയൺ, അങ്ങനെയുള്ള മെറ്റൽസ് പറയാം. സെമി മെറ്റൽസ് ഓർ മെറ്റലോയിഡ്സ് പറയാം, ജെർമേനിയം, ആർസൻ, സിലിക്കൺ പോലെയുള്ള സെമി മെറ്റൽസ് പറയാം. നോൺ മെറ്റൽസ് പറയാം, ക്ലോറിൻ, ഹൈഡ്രജൻ, അങ്ങനെയുള്ള നോൺ മെറ്റൽസ് പറയാം.
ഡയമണ്ട് നമുക്കറിയാം കാർബണിൻ്റെ ഒരു അലോട്രോപ്പ് ആണ് എന്ത് ഡയമണ്ട് എന്ന് പറയാം. അത് എക്സാമ്പിളായിട്ട് പറയാം. ഇനി കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട്സ് ആർ ഓൾസോ പ്യുവർ സബ്സ്റ്റൻസസ് അല്ലേ? പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്, ഒരേ ഒരു സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇറ്റ് കണ്ടെയ്ൻസ് 2 or more ടൈപ്പ് ഓഫ് ആറ്റംസ്. എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ ടൈപ്പ് ആറ്റംസ് ഉണ്ടായിരിക്കും. ആൻഡ് ദേ ആർ കമ്പൈൻഡ് കെമിക്കലി ഇൻ എ ഫിക്സഡ് റേഷ്യോ. ഫിക്സഡ് റേഷ്യോയിൽ നമുക്ക് കെമിക്കലി കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റംസ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ബ്രേക്ക് ഡൗൺ ബൈ കെമിക്കൽ മെത്തേഡ്. നമുക്ക് കെമിക്കൽ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ്. അതിൽ വാട്ടർ മാത്രമല്ലേ ഉള്ളൂ, ശരിയല്ലേ? പക്ഷേ കെമിക്കലി വാട്ടർ എന്താണ്? H2O ആണ്. അതിലാരൊക്കെയുണ്ട്? ഹൈഡ്രോജൻ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. CO2ൽ കാർബൺ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഒരു ടൈപ്പ് സബ്സ്റ്റൻസേ ഉണ്ടാവുള്ളൂ. അതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് വെച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എലമെൻറ്റ്സ്. 2 or more ടൈപ്പ് ഓഫ് ആറ്റംസ് വെച്ച് കമ്പൈൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് എന്തെന്ന്? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഇസ് മിക്സ്ചേഴ്സ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് 2 or more സബ്സ്റ്റൻസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ എനി റേഷ്യോ. മറ്റേത് നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ഫിക്സഡ് കോൺസ്റ്റൻറ്റ് സ്ട്രക്ചർ ഒക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല. 2 or more substances that are combined in any ratio, that are mixtures എന്ന് പറയണം. ഇനി അതിനെ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം എന്നാണ് അർത്ഥം. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ഹോമോ മീൻസ് സെയിം, ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ദി മിക്സ്ചർ. ദാറ്റ് മീൻസ് the components completely mixed together. For example, sugar solution or salt solution. ഇവിടെ വാട്ടറിന് പകരം ഷുഗർ സൊല്യൂഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ. അതിൽ നമുക്കറിയാം 2 സബ്സ്റ്റൻസ് ഉണ്ട്, ഷുഗറും ഉണ്ട്. എങ്ങനെ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുക? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സബ്സ്റ്റൻസ് എത്രയുണ്ട്? വാട്ടറും ഉണ്ട്, ഷുഗറും ഉണ്ട്. മോർ ദാൻ 1 സബ്സ്റ്റൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ ഷുഗർ സൊല്യൂഷൻ്റെ എവിടെ നിന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്താലും എന്തായിരിക്കും? സ്വീറ്റ് ആയിരിക്കും, മധുരമായിരിക്കും. അതായത് സെയിം പ്രോപ്പർട്ടീസാണ് എല്ലായിടത്തും. അപ്പോൾ അതൊരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഇനി ഹെറ്ററോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ മിക്സ്ചർ. മിക്സ്ചറിൻ്റെ പല സ്ഥലത്തും പല പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മഡി വാട്ടർ, അല്ലെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന മിക്സ്ചർ. മഡി വാട്ടർ എന്താ? സെറ്റിൽ ചെയ്ത് കിടക്കുമായിരിക്കും. മഡും വാട്ടറൊക്കെ സെറ്റിൽ ചെയ്ത് പല സ്ഥലത്ത് പല പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് മിക്സ്ചേഴ്സിനെ ഫിസിക്കൽ മെത്തേഡ്സ് വെച്ച് ക്ലാസിഫൈ ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യാം. ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ മിക്സ്ചറിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസുകളെ can be separated by physical methods. Example, simple hand picking. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അരി നമ്മൾ എന്താണ് ചേറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കല്ലുകൾ പറക്കുക. സിമ്പിൾ ഹാൻഡ് പിക്കിങ് വെച്ചിട്ട് നമുക്ക് മിക്സ്ചറിലെ പല ഘടകങ്ങൾ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറച്ച് അരിയും കുറച്ച് ചരലും കൂടി മിക്സ് ചെയ്തിട്ടു. നമ്മൾ എന്ത് ചെയ്യും? അതിനെങ്ങനെ കൈകൊണ്ട് പറക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഫിൽട്രേഷൻ, മഡി വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫിൽട്ടർ ചെയ്യാം. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. ഡിസ്റ്റിലേഷൻ, സ്വേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം ഒക്കെ ചെയ്തിട്ട് നമുക്ക് മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വേഴ്സസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? that can be measured or observed with
without the change of identity or the composition of the substance. സബ്സ്റ്റൻസിന് ഒരു ചേഞ്ചും വരാതെ അതിൻ്റെ ഘടനയ്ക്കോ കോമ്പോസിഷനോ അതിൻ്റെ ഐഡൻറ്റിറ്റിക്കോ ഒരു ചേഞ്ചും വരാതെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതോ മെഷർ ചെയ്യാൻ പറ്റുന്നതോ ആയ എല്ലാ പ്രോപ്പർട്ടീസിനെയും നമുക്ക് എന്ത് പറയാം? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കളർ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്നത്? ജസ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്ത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ബ്ലൂ വിട്രിയോ, തുരിശ്, അത് ബ്ലൂ കളറാണ്. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മളതിനെ കണ്ടിട്ടാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പോസിഷന് ചേഞ്ച് വരുന്നുണ്ടോ അല്ലെങ്കിൽ സ്ട്രക്ചറിന് ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. ടേസ്റ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി. ഇപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് ഇപ്പോൾ വെള്ളത്തിൻ്റെ തിളനില നമ്മൾ മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. വാട്ടറിനെ ഹീറ്റ് ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ കോമ്പോസിഷന് മാറുന്നൊന്നുമില്ലല്ലോ. ഓക്കെ, സ്ട്രക്ചർ മാറുന്നില്ലല്ലോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ദ ചേഞ്ച് ഇൻ ദ ഐഡൻറ്റിറ്റി ഓർ കോമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്. എന്നാൽ കെമിക്കൽ പ്രോപ്പർട്ടീസോ അവരുടെ കോമ്പോസിഷനോ സ്ട്രക്ചറോ ചേഞ്ച് ചെയ്യും. ദാറ്റ് മീൻസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി ബൈ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വ്യൂ ചെയ്തുകൊണ്ടോ നമുക്ക് ആ പ്രോപ്പർട്ടീനെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആസിഡിറ്റി, ബേസിസിറ്റി, കമ്പസ്റ്റബിലിറ്റി, റിയാക്ടിവിറ്റി, എക്സെട്ര. All these can be measured by any chemical reaction. Okay. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സിസ്റ്റം, മെട്രിക് സിസ്റ്റം, SI സിസ്റ്റം. അതിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് ഇംഗ്ലീഷ് സിസ്റ്റം, മെട്രിക് സിസ്റ്റം ഒക്കെ. പിന്നെ നമ്മൾ പല സ്ഥലത്ത് പല സിസ്റ്റം യൂണിറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI സിസ്റ്റം കൊണ്ടുവന്നു. അതായത് എല്ലായിടത്തും സെയിം യൂണിറ്റാണ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുക. ഓക്കെ, അതിൽ ബേസിക് ക്വാണ്ടിറ്റീസും ഉണ്ട്. SI സിസ്റ്റത്തിൽ ബേസിക് ക്വാണ്ടിറ്റീസും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ഇപ്പോൾ 7 ബേസിക് ക്വാണ്ടിറ്റീസാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഫിസിക്സിൽ ബേസിക്കും ഡിറൈവ്ഡും ഒക്കെ പഠിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഫസ്റ്റിലോ സെക്കൻഡിലോ ആണ്. ഡയമെൻഷൻ അനാലിസിസും SI സിസ്റ്റത്തിൻ്റെ ബേസിക്കും ഡിറൈവ്ഡും. നമുക്ക് ജസ്റ്റ് ബേസിക് മാത്രമേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ബേസിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്ത്തിനെ നമ്മൾ എന്ത് സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക? L ആണ്. അതിൻ്റെ SI യൂണിറ്റ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് മീറ്റർ ആണ്. ആ മീറ്ററിനെ നമ്മൾ സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അടുത്തത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസ്സാണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് മാസിനെ നമ്മൾ M എന്ന് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അത് kg എന്ന്. അപ്പോൾ നമുക്കറിയാം മാസ് നമുക്ക് ഗ്രാമിൽ മെഷർ ചെയ്യാം, കിലോഗ്രാമിൽ മെഷർ ചെയ്യാം അല്ലേ, മൈക്രോഗ്രാംസ്, അങ്ങനെ പല യൂണിറ്റ് ഉണ്ട്. അതിൽ SI സിസ്റ്റം ഇൻ്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എന്നിട്ടോ ഓക്കെ, നെക്സ്റ്റ് ടൈമിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് T ആണ്, സ്മോൾ ലെറ്റർ T ആണ്. അതിൻ്റെ SI യൂണിറ്റിൻ്റെ പേര്, നെയിം ഓഫ് SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, സിമ്പിൾ S ആണ്. ഇലക്ട്രിക് കറണ്ട് I ആണ്. ആംപിയേഴ്സ് ആണ് യൂണിറ്റ്, A എന്നാണ് യൂണിറ്റിനെ ഡിനോട്ട് ചെയ്യുക. ടെമ്പറേച്ചർ T ആണ്. SI യൂണിറ്റ് കെൽവിൻ ആണ്. സിമ്പിൾ K ആണ്. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ N എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് മെഷർ ചെയ്യാൻ SI യൂണിറ്റ് മോൾ ആണ്, MOL എന്നാണ് ഡിനോട്ട് ചെയ്യുക. അടുത്തത് ലുമിനസ് ഇൻറ്റൻസിറ്റിനെ IU എന്നാണ് ഡിനോട്ട് ചെയ്യുക. നെയിം ഓഫ് SI യൂണിറ്റ് വന്നിട്ട് കാൻഡിലയാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് CD ആണ്. അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഈ ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല കൺവേർഷൻസ് ആണ്. അപ്പോൾ നമുക്കത്
ഈ ചാപ്റ്ററിൽ തന്നെയല്ല, നമ്മൾ കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെംറ്റോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ 1 ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻15 മീറ്റേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മീറ്ററിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 10 ഫെംറ്റോമീറ്റേഴ്സ് എന്നാണെങ്കിൽ എത്ര മീറ്റേഴ്സ് ആണെന്ന് ചോദിച്ചാൽ എന്താ? 10 × 10⁻⁻15 മീറ്റേഴ്സ് ആണ്. ഇപ്പോൾ കൺവേർഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വാല്യൂസ് പഠിച്ചിരിക്കണം. ഓക്കെ, ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്യാനുള്ള അറിവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വാല്യൂസ് പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിപ്പോൾ ഫിസിക്സിന് കെമിസ്ട്രിയിൽ പ്രോബ്ലംസ് ചെയ്യായാലും എൻട്രൻസ് ബേസ്ഡ് പറയുകയാണെങ്കിലും, കാരണം എൻട്രൻസ് ബേസ്ഡ് ഒക്കെ പ്രോബ്ലംസിലെല്ലാം സാധാരണ രീതിയിൽ ഇങ്ങനെ കൺവേർഷൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ കൺവേർഷൻസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാനായിട്ട് ഈ വാല്യൂസ്, ഈ ഫാക്ടേഴ്സ് പഠിച്ചിരിക്കണം. 1 ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 ആണ്. പീക്കോ പറഞ്ഞാൽ 10⁻⁻12 ആണ്. നാനോ 10⁻⁻9 ആണ്. മൈക്രോ 10⁻⁻6 ആണ്. മില്ലി 10⁻⁻3 ആണ്. സെൻറ്റി 10⁻⁻2 ആണ്. ഡെസി 10⁻⁻1 ആണ്. ഡെക്ക 10 ആണ്. കിലോ 10⁻3, മെഗാ 10⁻6, ജിഗ 10⁻9. ഈ ഫാക്ടേഴ്സ് പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി അടുത്തത്, അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ പ്രോബ്ലംസിനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. നെക്സ്റ്റ്, മാസ് ആൻഡ് വെയിറ്റ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുക. എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ദ സബ്സ്റ്റൻസ്. ഇതിൽ ഇസ് ദ എമൗണ്ട് എന്നുള്ളത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഡിസ് സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സബ്സ്റ്റൻസ്. ഇനി വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു ഫാക്ടറും കൂടി വരും, നമ്മുടെ ഗ്രാവിറ്റി. അതായത് ഇറ്റ് ഇസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജെക്ട്. അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു mg എന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. മാസും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് exerted on the object by earth. Okay, weight is the force exerted by gravity on an object. Next, mass of a substance remains constant. മാസ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന് ഇപ്പോൾ 10 ഗ്രാം ആണെങ്കിൽ അത് എവിടെ പോയി വെയ് ചെയ്താലും 10 ഗ്രാം ആണ്. എന്നാൽ വെയിറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ വാരി ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ പോൾസിലും ഇക്വേറ്ററിലും, ധ്രുവങ്ങളിലും, പിന്നെ ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളം വേർഡ് എനിക്ക് കറക്റ്റ് അറിയില്ല. പോൾസിലും ഇക്വേറ്ററിലും, ധ്രുവങ്ങളിലും, അതുപോലെ ഈ വശങ്ങളിൽ, ഈ എന്താണ് എർത്തിൻ്റെ 2 എൻഡ്, ലെഫ്റ്റ് റൈറ്റ്, മുകളിലും താഴെയല്ല, ലെഫ്റ്റ് റൈറ്റ് ഇക്വേറ്റർ ഭാഗത്തും ജി വാല്യൂ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ജി വാല്യൂ മാറിക്കഴിഞ്ഞാൽ വെയിറ്റ് മാറും. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മാറ്റർ ആണ്, ദാറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി. ഓക്കെ, അത് ഗ്രാവിറ്റിയുടെ വാല്യൂ പ്ലേസ് ടു പ്ലേസ് മാറുന്നതുകൊണ്ട് വെയിറ്റും പ്ലേസ് ടു പ്ലേസ് മാറിക്കൊണ്ടിരിക്കും. മാസ് നമുക്ക് മെഷർ ചെയ്യുന്നത് ഒരു അനലിറ്റിക്കൽ ബാലൻസ് വെച്ചിട്ടാണ്. അത് പണ്ടത്തെ ഫോമാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ അനലിറ്റിക്കൽ ബാലൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വോളിയം ആൻഡ് ഡെൻസിറ്റി ആണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എൻ ഒബ്ജെക്ട്. ഒരു ഒബ്ജക്റ്റിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിനെയാണ്, സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അത് നമ്മൾ മെഷർ ചെയ്യുക സാധാരണ ക്യൂബിക് യൂണിറ്റ്സിലാണ്. ഇത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ ക്യൂബാണ് SI യൂണിറ്റ് എന്ന് വരിക. ഇനി സാധാരണ നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ലിറ്ററിലാണ് മെഷർ ചെയ്യുക. ഓക്കെ, 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 ഡെസിമീറ്റർ ക്യൂബിനോട് ഈക്വലൻ്റ് ആണ്. ഓക്കെ, ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 dm ക്യൂബിനോട് ഈക്വലൻ്റ് ആണ്, ഓർ 1000 ml ഈക്വലൻ്റ് ആണ്. ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് വോളിയം.
അല്ലേ? യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിൻ്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചു, കിലോഗ്രാം ആണ്. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ വോളിയം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, ലെങ്ത് ആണ് ബേസ്. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, അപ്പോൾ L ഇൻറ്റു L ഇൻറ്റു L എന്ന് പറയും, ശരിയല്ലേ? മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതിന് പകരം നമുക്ക് എന്തെഴുതാം? കിലോഗ്രാം മീറ്റർ റേസ് ടു -3 എന്ന് എഴുതാം. ഓക്കെ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് ഓക്യുപ്പൈഡ് ബൈ സബ്സ്റ്റൻസ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. അതിൻ്റെ SI യൂണിറ്റുകളും ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി, അല്ലേ? ഒരു ഒബ്ജക്റ്റ്, ഒരു സബ്സ്റ്റൻസ് എത്രത്തോളം ചൂടുണ്ട്, എത്രത്തോളം തണുപ്പുണ്ട് എന്നൊക്കെ മെഷർ ചെയ്യണത് എന്ത് വെച്ചിട്ടാണ്? ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. ഓക്കെ. ഇനി നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പല സ്കെയിലുണ്ട്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കെൽവിൻ യൂണിറ്റിലാണ് സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. ബാക്കി ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാറുണ്ട്. ഓക്കെ. വേണ്ട, കെൽവിനാണ് SI യൂണിറ്റ്. അതിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ളത് ഇതിൻ്റെ കൺവേർഷൻസ് ആണ്. ഇത് ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്ന ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലാക്കാം, ഡിഗ്രി സെൽഷ്യസിൽ തന്നതിനെ ഡിഗ്രി ഫാരൻഹീറ്റ് ആക്കുക, കെൽവിൻ ആക്കുക, ആ കൺവേർഷൻസ്. ഇപ്പോൾ നോക്കൂ, ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് നമുക്കൊരു ടെമ്പറേച്ചറിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ടു ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എന്താ? 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. അപ്പോൾ 9/5 ഇൻറ്റു 30 ഡിഗ്രി പ്ലസ് 32 എന്ന് വരും. ഓക്കെ. ഇനി ഫാരൻഹീറ്റിലാണ് തന്നിരിക്കുന്നത്, അതിനെ ഡിഗ്രി സെൽഷ്യസിലാക്കണമെങ്കിൽ അപ്പോൾ ഫാരൻഹീറ്റ് വാല്യൂ -32 ഇൻറ്റു 5/9 ചെയ്യണം. ഇനി ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. ഇത് ഈ ലാസ്റ്റത്തെ ഉണ്ടല്ലോ, അത് സാധാരണ നമുക്ക് പ്രോബ്ലംസിലൊക്കെ മിക്ക പ്രോബ്ലംസിലും ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് വാല്യൂ തരിക. പക്ഷേ SI സിസ്റ്റം ഏതാണ്? കെൽവിൻ. അപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ എന്തായിട്ട് വേണം? കെൽവിൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 273.15 ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ദ ഇൻറ്റർ കൺവേർഷൻസ് ഓഫ് ദ യൂണിറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് പറയാം. സയൻസ് ആൻഡ് കെമിസ്ട്രി ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ നമ്മളൊന്ന് പറഞ്ഞു മാത്രം. മാറ്ററിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ കെമിക്കൽ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസും എക്സാമ്പിൾസും പഠിക്കണം. ഓക്കെ. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടി എന്താണ്, വിത്ത് എക്സാമ്പിൾ പഠിക്കുക. സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ് SI സിസ്റ്റത്തിൻ്റെ ബേസിക് ക്വാണ്ടിറ്റീസ് അതിൻ്റെ യൂണിറ്റുകളും നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി ഈ ടേബിള് മാക്സിമം എല്ലാവരും പഠിക്കാനാണ് ഞാൻ പറയുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസിലെല്ലാം കൺവേർഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി മാസ്, വെയിറ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അവർ തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുക. വോളിയം, ഡെൻസിറ്റി, ടെമ്പറേച്ചർ. ഓക്കെ. അപ്പം ഇത്രയും കുഞ്ഞൊരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ക്ലാസ് കണ്ടതിന് ശേഷം ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, ഇന്നതുപോലെയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ പറയാം. മനസ്സിലാവാത്ത കാര്യങ്ങൾ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എഴുതാം. ഒരുവിധം ഈ സ്ലൈഡ് അത്യാവശ്യം നോട്ട്സ് എഴുതാൻ പാകത്തിനാക്കിയിട്ടുണ്ട് സ്ലൈഡ്. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിൽ നോട്ട്സ് എഴുതാം. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഈ ക്ലാസ്സിൽ തരുന്നില്ല, അടുത്ത ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ ചാപ്റ്റർ എഴുതുക, നോട്ട് എഴുതുക, ഒപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.